ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുന്നേ കറമ്പിക്കോഴി അടവെച്ചതും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്തതിൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയതായിട്ട് നമ്മളൊരു കൂട് സെറ്റാക്കുന്നുണ്ട്, അതിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റുന്നതായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൂടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കൂടിൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ കോഴിയുള്ള കൂടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയൊക്കെ അങ്ങ് മാറ്റി അപ്പുറത്തെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയറാക്കിയൊക്കെ എടുത്ത് അതിലെ വേസ്റ്റൊക്കെ വാരി മാറ്റി. പിന്നെ നമ്മൾ മരപ്പൊടിയാണ് ഇപ്പം കൊണ്ടുവന്നിട്ടിട്ടുള്ളത്. നമുക്കല്ലാതെ ഒരു ചീവ് പൊടി, അറക്കപ്പൊടി എന്നൊക്കെ ഇവിടെ പറയും കേട്ടോ. അത് കിട്ടാൻ ഇപ്പോൾ നോക്കിയിട്ട് ഒരു മാർഗ്ഗവും. അപ്പോൾ മില്ലുകളിലൊക്കെ ചീവുന്നെങ്കിൽ മാത്രം, തടി ചീവുന്നെങ്കിൽ നമുക്കത് കിട്ടുള്ളൂ. ഇതല്ലാതെ നമുക്ക് കിട്ടുന്ന ചെറിയ പൊടിയാണിത്. ഇത് ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല, ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇടുന്നത്. പിന്നെ നമുക്കിപ്പോൾ മറ്റേ കിട്ടാൻ ഒരു ചാൻസും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ, അറക്കപ്പൊടിയൊക്കെ ഇടുന്ന സമയത്ത് കുമ്മായം കൂടി മിക്സ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാനത് ഇട്ടിട്ടില്ല, എൻ്റെ കയ്യിൽ കുമ്മായം ഇല്ല. പക്ഷേ നമുക്കിനി ഇത് വാങ്ങിച്ചിടാനുണ്ട്. കുമ്മായം ചെറിയ രീതിയിലൊന്ന് ഇടുന്നത് നല്ലതാണ് കേട്ടോ. ഈ കോഴിവളം ഇതിനകത്ത് തന്നെ മിക്സായി പൊടിഞ്ഞ് വരുന്നതിന് നമ്മൾ ഈ കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വലിയ അണുക്കളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഈ അറക്കപ്പൊടി, കുമ്മായപ്പൊടിയൊക്കെ എപ്പോഴും കോഴി വളർത്തലിന് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലതാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ കുഞ്ഞിനെ പിന്നെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ 6 പേരാണ് കേട്ടോ ഉള്ളത്. നമുക്ക് ഇവിടെ നമ്മൾ അന്ന് മാറ്റി വെച്ചിരുന്നല്ലോ, ഇവരെ കൂടിലോട്ട് ആക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു കുഞ്ഞിനെ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. 6 കുഞ്ഞുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരാളെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ അത് ഇനി പൂച്ച പിടിച്ചതാവാനാണ് സാധ്യത. കറക്റ്റായിട്ട് അറിയില്ല, രാത്രിയോ മറ്റോ ആണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ഇവരെന്ന് പറഞ്ഞാൽ പൊടി കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ആയാലും നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാലും പ്രശ്നമില്ല എന്ന്. പക്ഷേ ഇവരിപ്പോൾ ഇറങ്ങി നടക്കുന്ന ഒരു സമയമായിട്ടുണ്ട്, തീറ്റയൊക്കെ എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഒരിടത്ത് അടച്ചു വെച്ചാലും ഒരു പരിധി കൂടുതൽ അവർ അവിടെ ഇരിക്കത്തില്ല. അവർക്കിപ്പോൾ എപ്പോഴും വെള്ളം കുടിക്കണം, തീറ്റ തിന്നണം, അതുപോലെ ഇങ്ങനെ നടക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വെച്ചതുകൊണ്ടാണ് കേട്ടോ എനിക്ക് അവർ പുറത്തേക്ക് ഇറങ്ങി, നമ്മൾ ആ വെച്ചിരുന്നിടത്ത് നിന്ന് ഇവർ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ആ ഒരു കുഞ്ഞിന് പൂച്ച എന്തോ, വീടിന് പുറത്തല്ല, നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഷെഡ് പോലുള്ളൊരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ അതിനെ അടച്ചു വെച്ചിരുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ മുകളിൽ കൂടെ കണ്ട പൂച്ച വന്നിട്ടാണ് ഇതിനെ എടുത്തിട്ട് പോയേക്കുന്നത്. ഇപ്പോൾ എന്തായാലും അത് നമുക്ക് 6 പേരേ ഉള്ള ഒരു ചാര കളറിലൊരു കുഞ്ഞാണ് കേട്ടോ നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കൂടിൻ്റെ 4 സൈഡും നല്ല വൃത്തിയാക്കി നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഈ നെറ്റെന്ന് പറയുന്നത് വലിയ കണ്ണിയുള്ള നെറ്റാണ് കേട്ടോ. ഇതിൽ നമ്മൾ വലിയ കോഴിയെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൂട് ചെയ്തത്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ചെറിയ നെറ്റ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇങ്ങനെ അങ്ങ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഇതിനകത്ത് ഇട്ടിരുന്നത് തന്നെയാണ്. അത് ഒന്ന് പിന്നെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കുറച്ച് പലകയും കാര്യങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ മുകളിലായിട്ടൊന്ന് വെയിറ്റിനായിട്ടൊന്ന് വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഷീറ്റ്, ആസ്പെറ്റാസിൻ്റെ ഷീറ്റ് നമ്മൾ ഇവിടെ ഉപയോഗമില്ലാത്ത ഒരെണ്ണം ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അപ്പുറത്തെ കൂട്ടിലും ഇതുപോലെ വലിയ കോഴികളുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്തിരുന്നത്. മുന്നേ നമുക്കിങ്ങനെ കുഞ്ഞുങ്ങളെ വിരിച്ചെടുത്ത സമയത്ത് ഇതുപോലെ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് ഇതിനകത്തുകൂടി പിന്നെ ഈ നെറ്റിൻ്റെ ഇടയ്ക്ക് കൂടി ഇറങ്ങിയിട്ട് ഒരു കുഞ്ഞിനെ നമുക്ക് ഈ പരുന്ത് വന്നിട്ട് റാഞ്ചിക്കൊണ്ട് പോയി കേട്ടോ, പിടിച്ചിട്ട് പോയി. പെട്ടെന്നാണ് ഇങ്ങനെ കറങ്ങി വന്ന് എടുത്തിട്ട് പോയത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ വന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു കുഞ്ഞായിരുന്നു, കോഴിക്കുഞ്ഞ്. അപ്പോൾ നമുക്ക് അങ്ങനെ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. നമ്മൾ അത്രയും പാടുപെട്ട് അതിനെയൊക്കെ വിരിയിച്ച് നോക്കി വളർത്തിയൊക്കെ എടുക്കുമ്പോൾ നമുക്കങ്ങനെ നഷ്ടമാവുന്നത് വലിയൊരു വിഷമം കൂടിയുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പം അത്യാവശ്യം നല്ലൊരു രീതിയിലൊക്കെ കൂട് സെറ്റാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്റ്റാർട്ടറാണ് കേട്ടോ, പൊടിത്തീറ്റയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളം, മഞ്ഞൾ ഇടിച്ച് എടുത്തിട്ട്, പച്ച മഞ്ഞൾ ഇടിച്ചെടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഒരു ചെറിയ പാത്രത്തിൽ വെച്ച് കൊടുത്ത സമയത്ത് ഈ തള്ളക്കോഴി വന്ന് തട്ടിക്കളയുന്നുണ്ട്. തട്ടിക്കളഞ്ഞതിൻ്റെ നനവാണ് കേട്ടോ ആ കൂട്ടിൽ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ നമ്മുടെ കോഴിക്ക് ഇതുപോലെ നമ്മൾ വെള്ളം കൊടുക്കുന്ന, വലിയ കോഴിക്ക് കൊടുക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതുകൊണ്ട് അതിനകത്ത് നമ്മൾ പിന്നെ വെള്ളം അല്ലാതെ വെച്ച് കൊടുത്താൽ അതാകുമ്പോൾ തട്ടിക്കളയത്തില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും വെള്ളം കുടിക്കാനും പറ്റും. നമുക്ക് എപ്പോഴും വന്ന് നോക്കാൻ പറ്റിയില്ലെങ്കിലും വെള്ളവും തീറ്റയും നമ്മൾ തീറ്റ കുറച്ച് കുറഞ്ഞാൽ നമ്മൾ വെള്ളം എപ്പോഴും വെച്ച് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ
ചത്തുപോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കേട്ടോ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വാക്സിൻ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. വാക്സിൻ കൊടുക്കണമെന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്, കോഴി വളർത്തുന്നവരൊക്കെ. പക്ഷേ ഞാൻ ഇതുവരെയും നമുക്ക് ഇവിടെ നിൽക്കുന്ന തന്നെ ഇപ്പോൾ അടുത്ത സമയത്ത് തന്നെ നമ്മൾ വിരിയിച്ച കോഴികൾ, അതുപോലെ തന്നെ അതിന് മുന്നേയൊക്കെ ഉള്ള കോഴികൾ, അങ്ങനെയുള്ള ഒരു കോഴിയൊക്കെ ഞാനിവിടെ വാക്സിൻ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വാക്സിൻ കൊടുക്കണം, അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ പ്രതിരോധം കുറയും, അല്ലെങ്കിൽ കോഴികൾ ചത്തുപോകുമെന്നൊക്കെ ഓരോരുത്തരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ വിരിയിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇതുവരെയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഈ മഞ്ഞൾ വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇതുവരെ വന്നിട്ടില്ല. ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് കുറച്ച് വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് പുറത്തേക്കൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പച്ചിലയും കാര്യങ്ങളൊക്കെ തിന്നുമ്പോൾ അതിന് നല്ല പ്രതിരോധവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നാടൻ തീറ്റകൾ കൂടെ കഴിക്കുന്നത് കൊണ്ട് നമ്മൾ അല്ലാത്ത തീറ്റകൾ മാത്രമല്ലല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല കേട്ടോ. പിന്നെ അതുകൊണ്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും വാക്സിനൊന്നും ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇനി നമ്മളത് കൊടുക്കത്തുമില്ല കേട്ടോ. പിന്നെ വാക്സിൻ കൊടുക്കുന്നവരെ ഒന്നും പറഞ്ഞതല്ല, കൊടുക്കുന്നവരും ഉണ്ട്. എങ്കിലും നമ്മുടെ ഇതുവരെയും കോഴി വളർത്തൽ വാക്സിനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഹാപ്പിയാണ്, അതോടൊപ്പം തന്നെ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തൊരു കോഴി അടയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ വിരിയിച്ചെടുത്ത ഒരു കുഞ്ഞ് വളർന്നിട്ട് അത് മുട്ടയൊക്കെ ഇട്ട് തുടങ്ങി. പിന്നെ ഇപ്പോൾ കന്നി അടയായതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസായിട്ട് പിന്നീട് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ കമൻറ്റുകളുണ്ടെങ്കിൽ അറിയിക്കാനും ആരും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോസ്.